ചിപ്പു, ചിപ്പു, നിന്റെ ചേച്ചി മരിച്ചതിൽ പിന്നെ നീ ആകെ മാറിപ്പോയി. നിനക്ക് അമ്മയും കൂടിയായിരുന്നവരെന്ന് എനിക്കറിയാം. അവർ മരിച്ചതിൽ എന്റെ ചേച്ചിയെ കൊന്നതാണ് നിനക്കറിയോ? ചിപ്പു, ഞാനെന്തോ അറിയാതെ പറഞ്ഞു പോയി. നീ ഇതാരോടും പറയരുത്. പറയൂ? ഇല്ല. പറഞ്ഞാൽ എന്റെ അച്ഛനും ഇതാ ഇന്ന് വരെയുള്ള കണക്ക് തീർത്തുള്ള കാശാണിത്. കൂടുതലുണ്ട്. ഇന്നു മുതൽ നീ വണ്ടി ഓടിക്കണ്ട. മാത്രമല്ല നാളെ പുലരും മുമ്പ് ഈ നാട്ടിൽ നീ പൊയ്ക്കൊള്ളണം. തമ്പുരാൻകുട്ടിക്ക് ഇഷ്ടമില്ലാത്തവരാരും ഈ നാട്ടിൽ ജീവിക്കാറില്ല എന്നുകൂടി നീ ഓർക്കണം. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ തമ്പുരാൻകുട്ടി. 2 പ്രാവശ്യം ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോ അമ്മയെ അയാള് ആള് വിട്ട് വിളിച്ചിട്ടുണ്ട്. എന്തിനാണാവോ? ഇന്ന് തന്നെ ഞാൻ ശങ്കുണ്ണി മാമയോട് പറയാം. 1-ാം തീയതി ജോലിക്ക് ചേരാനാ പറഞ്ഞത്. ഇനിയും 7 ദിവസം ഉണ്ടല്ലോ. അതിനിടെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് പോവാം. ഈ മല കയറണ പിന്നെ തമ്പുരാൻകുട്ടിക്ക് എന്താ ചെയ്യാനാവുക? എന്തോ എനിക്ക് പേടിയാവുന്നു. കുയില് പേടിക്കണ്ട, എല്ലാം ശരിയാവും. എന്റെ ഈശ്വരന്മാരെ, ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ കണ്ണ് വഞ്ചി പോകുന്നു. ഇത് മുഴുവനും മീനുവിനുള്ളതാണ്. തമ്പുരാൻകുട്ടി പറയുന്നത് നേരാണോ? തമ്പുരാൻകുട്ടി എന്തിനാ കൗസല്യമ്മയുടെ കള്ളം പറയുന്നത്? ഈ മാല അമ്മയ്ക്കിരിക്കട്ടെ, നന്നായിട്ട് ചേരും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തമ്പുരാൻകുട്ടി നല്ലവനാ, എനിക്കറിയാം. എന്റെ മോക്കെ രാജയോഗം ഉണ്ടെന്നാ അവളെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം കഴിഞ്ഞാൽ പിന്നെ കർക്കിടകമാണ്. അതിനു മുമ്പ് നമുക്കതങ്ങ് നടത്തണം. എന്റെ പാർവതി പോയ പിന്നെ ഒരു ഐശ്വര്യം ഈ വീട്ടിനില്ല. വീടായാൽ ഒരു പെണ്ണ് വേണ്ടേ കൗസല്യാമ്മേ? തമ്പുരാൻ കുഞ്ഞു ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എന്റെ മീനു മോള് പാർവതിയെ പോലെ തന്നെയാണ്. നമുക്ക് നാളെ തന്നെ മുഹൂർത്തം നിശ്ചയിക്കാം. ഈ ഭാഗ്യമുള്ളവളാ മോളെ. ഏതാ ഈ മാല? എങ്ങനെയുണ്ട്? തമ്പുരാൻകുട്ടി തന്നതാ. അവൻ നിന്നെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. അമ്മേ എന്താടി? 2-ാം കെട്ടാണെങ്കിലും കിഴവനൊന്നും അല്ലയേ. 1 കെട്ടത്തേക്ക് വയസ്സാവാതെ ചിന്ന പയ്യൻ എനിക്ക് വേണ്ടി കല്യാണം. ഒരുത്തം കെട്ടവളെ വേണമെന്നും പറയാതെ ഞാൻ വാക്ക് കൊടുത്തതാക്കും. അച്ഛനും ശങ്കുണ്ണി മാമയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ? ഇടീ, അത് വെറും വാക്ക്. അത് മാത്രമല്ല, വാക്ക് കൊടുത്തോ മരിച്ചും പോയി. ആ ഉണക്ക ചെറുക്കൻ എവിടെ കിടക്കുന്നു? നമ്മുടെ തമ്പുരാൻകുട്ടി എവിടെ കിടക്കുന്നു? നാളേക്ക് നിശ്ചയമാക്കും. ഞാൻ വാക്ക് കൊടുത്തു വന്നിരിക്കാൻ. അമ്മേ, എന്തു വന്നാലും ഞാൻ ശ്യാമിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. സത്താലും ശരി. എന്ത് പറഞ്ഞത്? മൂധേരി. ഇനി ആ പേരെവിടെ കേട്ടാ നിന്നെ ഞാൻ വെട്ടി കൊല്ലും പറഞ്ഞേക്കാം. ഇനിയും പറയും, മരിക്കോളം ഞാൻ പറയും. നീ പറയല്ലേ? ഒന്നില്ലേ നീ ചാവും, അല്ലെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും. ജാതകം നല്ല പൊരുത്തമുണ്ട്. പക്ഷേ കർക്കിടകത്തിന് ഇനി 6 ദിവസമുള്ളൂ. അതിനിടയ്ക്ക് നല്ല മുഹൂർത്തങ്ങളൊന്നുമില്ല. അല്ല ജോത്സ്യരെ, അത് ഒന്നുകൂടെ നോക്കിക്കേ. അങ്ങനെ വെച്ചാൽ ചിങ്ങം തുടങ്ങട്ടെ അല്ലേ ജോസ്യരെ? ആ നോക്കട്ടെ. ഒരു ദിവസം കൂടെ ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഉണ്ട്, ദിവസമുണ്ട്. 3 ദിവസം കഴിഞ്ഞ് ഒരു നല്ല മുഹൂർത്തമുണ്ട്. പക്ഷേ വെളുക്കുന്നതിന് ഒരു നാഴിക മുമ്പാണെന്നേ ഉള്ളൂ. ആ അതിനെന്താ, അതിങ്ങോട്ട് കുറിച്ച് തന്നേക്ക് ജോത്സ്യരെ. എന്ത് പറയുന്ന കൗസല്യാമ്മേ? മുഹൂർത്തം നല്ലതാണെങ്കിൽ 7 ദിവസമായ എന്താ? ആ എന്നാ പിന്നെ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. കൗസല്യാമ്മ ഒന്നും അറിയണ്ട. പിന്നെ പണത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ മതി. ഞാൻ ഇറങ്ങുന്നു.
എന്താണോ തനിക്കിവിടെ കാര്യം? ഗണുവിന്റെ വീടല്ലേ? ആ, അതൊക്കെ കഴിഞ്ഞില്ലേ? സ്ത്രീകൾ മാത്രമുള്ള വീടാ. കയറി ഇറങ്ങി നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കരുത്. മനസ്സിലമ്മേ? എന്തോ എന്റെ ജോലിക്കാർ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കുഞ്ഞു പൊയ്ക്കൊള്ളാം, ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ വരട്ടെ. എന്താ കൗശല്യം നീ കണ്ടത്? മനസ്സിലായില്ലേ? നീലുവിന്റെ കല്യാണം നിശ്ചയിച്ചു, തമ്പരാമുട്ടിയായിട്ട്. ആ പിന്തുണനെ പിടിച്ച് ഈ കാലമാറ കൊടുക്കാൻ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? പിന്നെ തെരുവ് പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടക്കുന്ന തന്റെ അനന്തരവന് എന്റെ മോളെ പിടിച്ചു കൊടുത്തിട്ട് അവളും കൂടെ തെണ്ടുന്നത് ഞാൻ കാണണം, അല്ലേ? ഗണു പറഞ്ഞത് അതല്ലേ? പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ട് പോയി. ഇനി കാണേണ്ടത് ഞാനാണ്. കൂടുതൽ ഒന്നും പറയണ്ട. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരണ്ട. കുയിലേ, 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 ശ്യാം, നമുക്ക് എവിടെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടാം. എന്നെ കൊണ്ടുപോവില്ലേ? പോവാന്ന് പറയുന്നേ. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം അറിഞ്ഞു മീനു. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. നാളെ രാത്രി 7 മണിക്ക് നീലിത്താഴ് വരെ ഒരു ട്രെയിൻ ഉണ്ട്. വൈകിട്ട് ഇവിടുന്ന് പോയാലേ എത്തുള്ളൂ. ഞാൻ കടവത്ത് കാത്തിരിക്കും. നീ എങ്ങനെയെങ്കിലും ആരും കാണാതെ അവിടെ എത്തണം. വരുവോ? വരും, 100 പ്രാവശ്യം വരും. എവിടെ വേണേലും എന്റെ കൂടെ ശ്യാമുണ്ടായാൽ മാത്രം മതി. കുയിലേ, ശ്യാം, കുയിലേ, ശ്യാം, കുയിലേ, നമുക്ക് വേഗം പോവാം. ഇവളെ കൊണ്ടേ പോകും. പട്ടി കൊല്ലരുത്. ഞാൻ ഒരിടത്തേക്കും ഓടിപ്പോവില്ല. പരിപൂർണ്ണ സമ്മതത്തോടെ ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തുകൊള്ളാം. എന്റെ ശ്യാമനെ കൊല്ലരുത്, ദേവിയെ കൊല്ലരുത്. ശരി, ഇത് വാക്കാണോ? കുയിലേ, കുയിലേ, ഞാൻ മരിച്ചോളാം. എന്നാലും നീ ദുഷ്ടനെ കല്യാണം കഴിക്കരുത്. എനിക്ക് ശ്യാമാരുമല്ല. ഈ നിൽക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്. അയാൾ പറയുന്നത് ഞാൻ കേൾക്കും. ശ്യാമെന്നെ മറക്കണം. കുയിലേ, ഈ നാട്ടിൽ നിന്ന് പോകണം. കുയിലേ, 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 ദയവ് ചെയ്ത് ഇനി എന്നെ ഉപദ്രവിക്കരുത്. കുയിലേ, 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 കുയിലേ.